أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. നമ്മൾ സൂറ അൻആമിലെ 42-ാമത്തെ ആയത്താണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആയത്തിങ്ങനെ കുറച്ച് ആയത്തുകൾ അതിൻ്റെ മുമ്പും ശേഷമുള്ള ആയത്തുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറേ മീനിങ്ങുകളും ഭയങ്കര ഡെപ്തിലുള്ള കുറേ ആലോചനകളൊക്കെ വരുന്ന ആയത്താണ്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്. ആദ്യം അള്ളാഹ് പറയാണ്, എന്താണ്, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്കും അള്ളാഹ് പ്രവാചകന്മാരെ ഇറക്കി, എന്നിട്ട് അവർക്ക് നേരായ മാർഗം എന്താണ് സത്യദീന്, എന്താണ് ഹിദായത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിലവർ അള്ളാഹ് അവരെ വിനയാനിതരാക്കാൻ വേണ്ടിയിട്ട് കീഴ്വഴങ്ങുന്നവരാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് അവർക്ക് കൊടുക്കുന്നത് ഫഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറ. അവർക്ക് എന്താണ്, ബഅസും ലറും, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകി. ലഅല്ലഹും യതളറഊൻ, അവർ വിനയാനിതനാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല നിലയ്ക്ക് ഈ ആയത്തിനെ നമുക്ക് പേഴ്സണൽ ലെവലിലേക്ക് നമുക്ക് തദബ്ബുർ ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? അതിൽ ഈ ആയത്തിൽ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് പരീക്ഷണങ്ങളും യാതനകളും. അപ്പം ഇതൊക്കെ പഠിച്ചവൻ എന്തിനാന്ന് ബേസിക്കലി ഈ ആയത്തെ എടുത്ത് പരിശോധിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. ഈ പരീക്ഷണങ്ങളൊക്കെ എന്തിനാന്ന് വെച്ചാൽ അവസാനം പറയുന്നത് ലാലവും യതദറഊൻ. അപ്പം പഠിച്ചവൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിൽ പരീക്ഷിക്കും. അത് സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും, കടങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ പലതരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ചവനിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട്, അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹ് വാണിംഗ് തരാണ്. നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടാവും, സമ്പത്തുണ്ടാവും, സന്താനങ്ങളുണ്ടാവും, പല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്ന സമയമായിരിക്കും. അപ്പോഴാണ് പഠിച്ചവൻ ഈ പരീക്ഷണങ്ങൾ നൽകുക. അതെന്തിനാ വെച്ചാൽ ലഅല്ലഹും യതദറഊൻ. അത് അള്ളാഹ് ഒരു വാണിംഗ് തരാണ്. നിങ്ങൾ അള്ളാഹിലേക്ക് മടങ്ങുക. നിങ്ങൾ ഈ അഹങ്കരിച്ച് നടക്കുന്നതിന് ഒരു വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളൊന്നും വലിയ സംഭവമൊന്നും അല്ല. അള്ളാഹാണ് ഏറ്റവും വലുത്. നിങ്ങൾ അള്ളാഹിലേക്കാണ് മടങ്ങേണ്ടത് എന്നുള്ള ഒരു വാണിംഗ് തരികയാണ്. എന്നിട്ടും നമ്മൾ മടങ്ങിയില്ലെങ്കിൽ എന്നിട്ട് അതിന് ശേഷമുള്ള ആയത്തൊക്കെ നമുക്ക് എടുത്തു പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇത് നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു ഇതും കൂടി അറിയാൻ വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെ കാഠിന്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയം സൗമ്യമായി തീരാൻ വേണ്ടി, ലഅല്ലഹും യതദറഊൻ, നമ്മൾ സൗമ്യരായിട്ട് വിനയാനീതരായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് വിനയാനീതരായി മാറാൻ പറ്റിയില്ലെങ്കിൽ, അള്ളാഹിലേക്ക് മടങ്ങാൻ പറ്റിയില്ലെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾക്ക്, നമ്മുടെ മനസ്സുകൾക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അള്ളാഹിലേക്ക് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ നിരാശരാകുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും എന്താ വേണ്ടേ, നമ്മളിത് അള്ളാഹിലേക്ക് മടങ്ങാനുള്ള ഒരു അവസരമായി കണ്ടിട്ട് നമ്മൾ അള്ളാഹിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു അവസരമാക്കി കണ്ടിട്ട് പഠിച്ചോനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഈ ആയത്ത് ഓദ്യപ്പോൾ അല്ലെങ്കിൽ ഈ ആയത്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണ്. ഞാനിതിൽ സാധാരണ പറയുന്നത് പോലെ ഇങ്ങനെ കുറേ ആലോചിച്ച് നോക്കി, എന്താണ് ഇപ്പം ഇതിൽ സ്പെഷ്യലായിട്ട് എന്താ പറയാനുള്ളത്. ഞാൻ അങ്ങനെ നമുക്കൊരു റിഫ്ലക്റ്റീവായിട്ട് എന്താ പറയാനുള്ളത് ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടും ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ. രണ്ട് സാധനങ്ങൾ ഇങ്ങനെ ഭയങ്കര പോയിന്റ് ഒന്നുമല്ല. അപ്പം ഒന്നാമത്തേത് ഇങ്ങനെ ഇതിൽ പഠിച്ചോൻ ചില ആളുകൾ എന്നാലും അള്ളാഹിൻ്റെ മുമ്പിൽ വിനയായതിനായിട്ട് നിൽക്കാതിരിക്കും. ഇപ്പം പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന സംഗതി നമ്മൾ തിരിച്ചു പോകാനോ ഹമ്പിളാവാനോ ഉള്ളൊരു ഒരു ഫൈനൽ സാധനമല്ല. പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ വിനയം കാണിക്കാതിരിക്കും, അഹങ്കരിക്കും. എന്നാലും അഹങ്കരിക്കുന്നവരുണ്ട്. എത്ര പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും പിന്നെയും അഹങ്കരിക്കും. പഠിച്ചോ നമ്മുടെ ബസാവും നറാവും ഏത് തരത്തിലുള്ള പരീക്ഷണത്തിനും ഇവിടെ പറയുന്നുണ്ടെങ്കിലും എന്നാലും മനുഷ്യൻ അഹങ്കരിക്കും എന്ത് പരീക്ഷണം വന്നു കഴിഞ്ഞാൽ. ഇതൊരു വഴി മാത്രമാണ്, പഠിച്ചോനൊരു വഴി ഓപ്പൺ ചെയ്യാണ്. പരീക്ഷണം വരുന്നതിലൂടെ മനുഷ്യന് വേണമെങ്കിൽ ഇനിയും അഹങ്കരിക്കാം, ഇനി അതല്ല പഠിച്ചോനിലേക്ക് മടങ്ങാം, രണ്ടും ചെയ്യാം. ഒന്നാമത്തെ കാര്യമാണ് ഇത് രണ്ടും നടക്കുമെന്ന് പറയാം. രണ്ടാമത്തെ ഒരു സംഗതി പഠിച്ചെന്ന പുരാനെ യതദറഊൻ തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹമ്പിൾ ആവുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് പഠിച്ചവൻ്റെ മുമ്പിൽ. അതാണ് ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു സംഗതി. ഇപ്പോൾ ഏതൊരു തിയറിയും, ഇപ്പോൾ ഇസ്ലാമിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിയറി എത്ര നമുക്ക് സംസാരിക്കാം, എത്രയും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം,
നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമൊക്കെ എന്താണ്, നമ്മൾ ചിലപ്പോൾ ആ പ്രയാസം അനുഭവിച്ചിട്ട് മാത്രമായിരിക്കില്ല, നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഈ ബസാ എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ പിടിച്ചുലക്കും. ആ ഒരു മൊമെന്റ് വന്നു കഴിയുമ്പം ഈ തിയറി ഒക്കെ റിയാലിറ്റി ആവും, അതൊക്കെ ഒറിജിനലായിട്ട് മാറും. പിന്നെ അവിടെ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും, നമ്മൾ അംഗീകരിക്കാം. അതല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇപ്പോൾ മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നൊരു സംഗതി ഉണ്ട്, ഭൂമിയിലെ ഏകദേശം ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും വരുന്നത്, കൂടുതൽ പ്രാർത്ഥനകൾ വരുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ട്രയലുകൾ വരുമ്പോഴായിരിക്കും പഠിച്ചവൻ്റെ അടുത്തേക്ക് ആൾക്കാർ പ്രാർത്ഥനയായിട്ട് ചെല്ലുക. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുന്ന പ്രാർത്ഥനകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ട്രയൽസ് നിന്ന് വരുന്നതാണെന്നുള്ളൊരു ബോധ്യം. അപ്പോൾ അവിടെ ഹമ്പിൾ ആവുക എന്നുള്ളത് ഒരു നോളജ്, നമ്മൾ അത്രയും കാലം അനുഭവിക്കാത്തൊരു നോളജ് നമുക്ക് അപ്പം വരും. ആ ട്രയൽ വരുമ്പം വരും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഒബ്വിയസ്ലി നമ്മൾ അനുഭവിക്കാത്തടത്തോളം കാലത്തോളം നമുക്ക് ആ ഒരു സാധനം തോന്നൂല, ഫീൽ ചെയ്യൂല. നമ്മളിത് പഠിച്ചവനിലേക്ക് ഹമ്പിളായിട്ട് മടങ്ങണം എന്നുള്ള ആ ഒരു മൊമെൻറ്റിൽ വരുന്നൊരു സംഗതിയായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, നമ്മളിപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ നമ്മുടെ അടുത്ത് വന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് നമുക്ക് ആ ട്രയൽ വന്നിട്ടും അഹങ്കരിക്കുന്നുണ്ടാണല്ലോ. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എപ്പോഴും ചെയ്യുന്നത് ട്രയൽ വരാത്ത പ്രശ്നമൊന്നുമല്ല, നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടാവും, ഒരുപാട് ദുഃഖങ്ങൾ വന്നിട്ടുണ്ടാകും. എന്നാലും നമ്മളിങ്ങനെ പിന്നെയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആ ട്രയലിൽ ഹമ്പിൾ ആവുന്നതിന് പകരം വീണ്ടും അഹങ്കരിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കാം എന്ന് നമ്മൾ അവിടെ നന്നാവുന്ന മാത്രമല്ല ആലോചിക്കേണ്ടത്, നമ്മൾ എന്നിട്ടും അഹങ്കരിക്കും എന്നുള്ളൊരു പോയിന്റിലും കൂടി സ്ട്രെസ് ചെയ്യാൻ തോന്നി. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാൾക്ക് അങ്ങനെ പ്രയാസം വന്ന് അയാൾ ആ പ്രയാസത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും ഇത് തന്നത് അള്ളാഹു ആണെന്നും ഇതിൽ നിന്ന് കരകയറ്റുന്നത് പടച്ചവനാണെന്ന് തിരിയാത്തവനും അന്തല്ല. എന്നാൽ അള്ളാഹ് എല്ലാവിധ റിസ്ക്കും കൊടുത്തിട്ട് അതിൻ്റെ പടുകൂറ്റൻ മുകളിലെത്തിച്ചിട്ട് ഇതെല്ലാം ഞാൻ ഒറ്റക്ക് നേടിയെടുത്തതാന്ന് വിചാരിക്കുന്നവനും അന്തല്ല. രണ്ടാൾക്കും വിസ്ഡല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ബലൗനഹും ബിൽ ഹസനാത്തി വസ്സയ്യാത്ത്, നന്മ കൊണ്ടും പ്രയാസം കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും അള്ളാഹ് നമ്മളെ എന്ത് ചെയ്യും, പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ സാധനമാണ്, അതായത് നമുക്ക് ഈ സാധനം വരുമ്പോൾ ഈ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും നമ്മൾ ആലോചിക്കുക. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് പോസ് അടിച്ചിട്ട് ഓക്കെ എന്തോ ലൈഫിൽ ശരിയല്ലല്ലോ എന്ന് പറയാനുള്ള, എന്ന് ആലോചിക്കാനുള്ള, എവിടെയാണ് ഞാൻ മാറാനുള്ളത് എന്ന് ആലോചിക്കാനുള്ള ഒരു ടൈമും കൂടിയാണ്. അങ്ങനെയും കൂടി ഇതിനെ കാണണം. എന്തോ ഒന്ന് ജീവിതത്തിൽ ശരിയാകുന്നില്ലെങ്കിൽ എന്തോ എൻ്റെ ലൈഫിൽ ഞാൻ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് എന്തോ ഒരു മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊരു തോന്നുന്നു. ഈ മൊത്തമായത്ത് ഇങ്ങനെ എനിക്ക് പറയാൻ പോയിന്റുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിന്നിങ്ങനെ ഈ ഒരു റൂട്ട് മാപ്പ് പഠിച്ചോ അങ്ങനെ വരച്ച് കാണിച്ചിരുന്ന പോലെ. ഇത് ആദ്യത്തെ ആയത്തിൽ അള്ളാഹ് പറയണേ എന്താണ്, അള്ളാഹ് ഈ പ്രവാചകന്മാരൊക്കെ അയച്ചല്ലോ, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, നിങ്ങൾക്ക് കുറേ പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞെന്താ, സത്യദീൻ എന്താണ്, ആ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്താന്നുള്ള ആ ഒരു നേരായ മാർഗ്ഗം നമുക്ക് കാണിച്ചു തന്നു. അതിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളറിയാതെ ഡീവിയേഷൻസ് നമുക്ക് സംഭവിക്കും, നമ്മൾ ഓഫ് റോഡായി പോകും. അങ്ങനെ ഓഫ് റോഡായി പോകുമ്പോൾ എന്ത് ചെയ്യും, അള്ളാഹ് ബസാവും ലറാവും നമുക്ക് തരും. ആ ബസാവും ലറാവും നമുക്ക് എന്തിനാ തരുന്നത് വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഡീവിയേഷൻ നമ്മൾ തിരിച്ച് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ള ആ റോഡിക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അള്ളാഹ് ഈ ആയത്തിന് ശേഷം പറയുന്നത് എന്താണ്, നിങ്ങൾ അഥവാ തിരിച്ച് കയറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, വലാക്കിൻ ഖസത് ഖുലൂബുഹും, നിങ്ങൾക്ക് തിരിച്ച് കയറാനുള്ളൊരു അവസരമാണ് അള്ളാഹ് തന്നത് ഈ ബസാവും ലറാവിലൂടെ. എന്നിട്ട് നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ അതേ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ നമ്മളങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുക. അതിനുശേഷം അള്ളാഹ് എന്താ ചെയ്യുക, നമുക്ക് പിന്നെ എല്ലാ റിസ്ക്കുകളും തന്ന് നമ്മളങ്ങനെ ഭയങ്കര സന്തോഷിപ്പിക്കും. ഇപ്പോൾ ഫരിഹു ബിഹ, നമുക്ക് ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തരും. എന്നിട്ട് എന്ത് ചെയ്യും, അള്ളാഹ് അതെല്ലാം ഒറ്റയടിക്ക് എടുത്ത് കളയുമെന്ന് പഠിച്ചങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാന്നതോടൊപ്പം ഞാനിപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈലിന് എന്ത് മാറ്റാണ് വരിക എന്നുള്ള ഒരു ആലോചനയും കൂടി നമുക്ക് ഉണ്ടാക്കാൻ കെൽപ്പുള്ളൊരായത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലിരിക്കും.